അസ്സലാമു അലൈക്കും. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: കുത്തരി അല്ലെങ്കിൽ വെള്ളയരി. ഇവ വെള്ളത്തിലിടുക. അരി കുതിരുന്നതിന് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ വേഗം അരി കുതിർന്ന് കിട്ടും. ഈ കുതിർന്ന അരിയിലേക്ക് 4 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് 100 ഗ്രാം ചുവന്നുള്ളി ഉലിച്ചതും 1 തേങ്ങ തിരുകിയതും. തേങ്ങ ഞാൻ കൊത്തായിട്ടെടുത്ത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇവയും പിന്നെ കുറച്ച് വലിയ ജീരകം 1/4 കപ്പ് വേണം. ഇവയും ഉപ്പും ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സിയിലിട്ട് ഈ രീതിയിൽ അരച്ചെടുക്കണം. എന്നിട്ട് കരിമീൻ ഫ്രൈ ചെയ്യണം, അത് മാറ്റി വെക്കണം. എന്നിട്ട് 5 സവാള എടുത്ത് അത് അരിഞ്ഞു അത് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ പേസ്റ്റാക്കിയതും ഇതിൻ്റെ കൂടെ ചേർത്ത് വഴറ്റുക. കുറച്ച് അതിന് ശേഷം അതിന് മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 1.5 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മസാലപ്പൊടി ഇവ ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് ഇറക്കി വെക്കുക. പിന്നീട് ഒരു പ്ലേറ്റ് എടുക്കുക. ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്ത് നെയ്യ് പുരട്ടണം. നെയ്യ് പുരട്ടിയിട്ട് ഈ മാവ് പരത്തിയിട്ട് അതിൻ്റെ പുറത്തേക്ക് ഈ മീൻ വെച്ചിട്ട് അതിലേക്ക് ഈ ഗ്രേവി ഫില്ല് ചെയ്യുക. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് മാവ് പരത്തിയിട്ട് അത് ഇതിൽ ചെയ്ത് അപ്പച്ചമ്പിനകത്ത് കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം. ഇത് വേകണമെങ്കിൽ 1/4 മണിക്കൂർ വേണ്ടി വരും. എന്നിട്ട് ഒരു തട്ട് വെച്ചിട്ട് അതിനകത്തേക്ക് വെച്ച് അപ്പച്ചമ്പ് വെച്ച് മൂടി വെച്ച് അടച്ചിട്ട് 3/4 മണിക്കൂറുകളാകുമ്പോൾ അത് വെന്തോന്നറിയാൻ വിരൽ വെച്ച് തൊട്ട് നോക്കണം. കൈ പറ്റാതെ ഇരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. ഇത് കഴിയുമ്പോൾ സ്റ്റൗ ഓഫാക്കണം. ഈ വിഭവം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കരിമീൻ തന്നെ വേണമെന്നില്ല. ബീഫാകാം, ചിക്കനാകാം, കണവയാകാം, ചെമ്മീനാകാം, നെമ്മീനാകാം. ഇവ ഏത് വെച്ചാണെങ്കിലും ചെയ്യാം. ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.